സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വഭാവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പുത്രനെ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ രാജ്യത്തിന് അവകാശികളാക്കി തീർത്തരും. കർത്താവെ, ആ രാജ്യത്തിൻ്റെ മക്കളായി ജീവിക്കുവാനും ആ രാജ്യത്തിൻ്റെ മക്കളായി നടക്കുവാനും ഓരോ ദിനവും അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്നല്ലോ. അവിടുത്തെ വചനമയച്ച് ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴിയിൽ പ്രകാശവുമായിട്ട് ആ വചനത്താൽ നടത്തപ്പെടുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ വചനമാകുന്ന ഭക്ഷണം നൽകി പോഷിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളോട് ഇന്നും സംസാരിക്കണമേ. ഞങ്ങളെ അവിടുത്തെ വചനത്താൽ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പ്രഘോഷിപ്പാൻ തക്കവണ്ണം അടിയൻ്റെ അതിരത്തെയും അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിന്റെ ജനത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ ചോദിക്കുന്നു പിതാവേ, ആമേൻ. നമ്മൾ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ കടന്നുപോയി എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രഖ്യാപിച്ചു. 31-ാം തീയതി പലരും സാക്ഷ്യമായിട്ട്, പലർക്കും നല്ല അനുഭവവും പലരും ശോധനയിലൂടെയൊക്കെ കടന്നുപോയി. പല അനുഭവങ്ങൾ ഉണ്ടായി. 31-ാം തീയതി പലരും അവരുടെ പഴയ മനുഷ്യനെ കത്തിച്ചു കളഞ്ഞോ അല്ലെങ്കിൽ ഊരിക്കളഞ്ഞോ പടക്കം പൊട്ടി ഓടിക്കുകയൊക്കെ ചെയ്തിരിക്കാം. എങ്ങനെയാണെങ്കിലും ഈ പുതുവർഷം വളരെ പുതുമയോടുകൂടെ കാലെടുത്ത് വയ്ക്കുവാൻ നമ്മളെല്ലാം ആഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പുതുവർഷത്തിൽ നിങ്ങൾ എടുത്ത അല്ലെങ്കിൽ കഴിഞ്ഞ വർഷാവസാനം പുതുവർഷത്തിന് വേണ്ടി എടുത്ത തീരുമാനം എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്ന് തിരിഞ്ഞു, ഏത് തീരുമാനമാണ് എടുത്തത്? അല്ലെങ്കിൽ ഈ പുതുവത്സരത്തിന്റെ ആരംഭത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നു? വർഷത്തിന്റെ ഏറ്റവും അവസാനം ദൈവം നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ എന്താണ് സംസാരിച്ചത്? ഒന്നും സംസാരിച്ചില്ലെങ്കിൽ ദൈവം ഇന്ന് അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവം സംസാരിച്ചു, കേൾക്കാതെ പോയത് നമ്മുടെ കുഴപ്പമാണ്. 31-ാം തീയതി ഞാൻ ഈ ദൈവവചനം എന്നോട് ഇന്ന് ശുശ്രൂഷിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്ത് പ്രസംഗിക്കണം അല്ലെ ഏത് വചനം എടുക്കണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കിന്ന് പ്രസംഗങ്ങൾക്ക് ഒരു കുറവില്ല, സന്ദേശങ്ങൾക്ക് കുറവില്ല. ഇഷ്ടം പോലെ നാനാവശത്തു നിന്നും സന്ദേശങ്ങൾ വരികയാണ്. നമ്മൾ മിക്കവരും തന്നെ ഓരോ ദിവസവും അനവധി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ബദനി ചർച്ചിൽ തന്നെയാണെങ്കിൽ പോലും എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ മെസ്സേജസ്, ഞായറാഴ്ച സന്ദേശങ്ങൾ, പിന്നെ എല്ലാ ദിവസവും ഉള്ള ജസ്റ്റ് വോയിസ്, അമിത് സഹോദരൻ്റെ ഇടുന്ന ആ സന്ദേശം, ഇപ്പം രാഹുൽ സഹോദരൻ്റെ ഇടുന്ന, അങ്ങനെ മെസ്സേജസ് ഇഷ്ടം പോലെ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ എത്ര മെസ്സേജ് നാം ശ്രവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം 31-ാം തീയതി രാത്രിയിൽ ദൈവം നമുക്ക് തോമസ് സഹോദരനിലൂടെ ഒരു സന്ദേശം തന്നു. എന്തായിരുന്നു ആ സന്ദേശം? അത് 31-ാം തീയതി കത്തിച്ച് കളഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം, അതായത് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, അല്ലേ? വൺ തിങ് ഈസ് നീഡഡ്. ആ ഒന്ന് മാത്രം ആവശ്യമായിട്ടുള്ളത് എന്തായിരുന്നു? ആ ഒന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കുക. ഇപ്പോൾ യേശു കർത്താവ് ഇവിടെ ഈ സ്റ്റേജിൽ വന്ന് കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ
നമ്മളെല്ലാവരും ഇടി കൂടും അല്ലേ? എന്തിനാ? പാദപീഠത്തിൽ ഇരിക്കാൻ വേണ്ടി. അപ്പൊ യേശു കർത്താവ് അന്ന് ആശ്ചര്യമായിട്ട് ശിഷ്യന്മാരോടുകൂടെ അവരോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ പാദപീഠത്തിലിരുന്നു. ഇന്നും അതേ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. നമ്മോടും പറയുന്നത് അവന്റെ പാദപീഠത്തിൽ ഇരിക്കുവാനാണ്. അപ്പൊ ഞാൻ ആ സന്ദേശത്തോടു കൂടി ചേർന്ന് തന്നെ ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അതേ സന്ദേശമാണോ ഇവിടെ ആവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അതൊരു കുഴപ്പവുമില്ല. കാരണം നമ്മൾ ഒരുപാട് കേൾക്കുന്നതിലല്ല, നമ്മൾ കേട്ടത് ജീവിക്കുന്നതിലാണ് പ്രാധാന്യം ഉള്ളത്. അപ്പൊ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന എൻ്റെ സന്ദേശത്തിന്റെ തലക്കെട്ട് ആയിട്ട് ദൈവ ശബ്ദം ശ്രവിക്കുക. അപ്പൊ 31-ാം തീയതി രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിച്ചു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, പാദപീഠത്തിൽ ഇരിക്കുക. എന്തിനാണ് പാദപീഠത്തിൽ ഇരിക്കുന്നതെന്നും അന്നത്തെ സന്ദേശത്തിൽ പറഞ്ഞു. ദൈവവചനം കേൾക്കുവാൻ. യേശു തിരുവായി തുറന്ന് അവൻ പറഞ്ഞ ആ വാക്കുകള്, ആ വചനം, ജീവന്റെ മൊഴികള് നമ്മൾ കേൾക്കുവാൻ വേണ്ടിയാണ് അവന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ സാധ്യമാണോ? അപ്പൊ ദൈവശബ്ദം കേൾക്കാൻ ഇന്ന് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മുഴുവൻ ശബ്ദം കൊണ്ട് നിറഞ്ഞതാണ്. ഒരു പരിധി പറഞ്ഞ ശബ്ദ മലിനീകരണം എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഈ ശബ്ദങ്ങൾ നാനാ സ്ഥലത്തു നിന്നും നമ്മളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് ദൈവശബ്ദം ഇതിൽ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ, കേൾക്കുവാൻ വേണ്ടി നമുക്ക് കഴിയുമോ? ഇപ്പൊ ഇവിടെ തോമസ് ബ്രദർ ഈ ഒരു മൈക്ക് കൊണ്ടേ വെച്ചത്, ഇതിൽ നിന്ന് ഇത് ഓരോ ബട്ടണും തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരുടെയും ശബ്ദം പിടിച്ചെടുക്കും. അത് ചിലത് തിരിച്ചാൽ ഞാൻ ഇവിടെ സംസാരിക്കുന്ന ആളുടെ മാത്രം ശബ്ദം കേൾക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഈ അനവധിയായ ശബ്ദങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് അത് ശ്രവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നാം വചനം ശ്രവിക്കുമ്പോഴാണ് അത് നമ്മളിൽ വിശ്വാസമായിട്ടും നമ്മളുടെ ജീവിതമായിട്ടും ഭവിക്കുന്നത്. 31-ാം തീയതി പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു, നമ്മളോട് പറഞ്ഞു അവനിൽ വസിക്കണമെന്ന്. യേശു മുന്തിരിവള്ളിയും നമ്മൾ അതിന്റെ ശാഖകളുമായി അവനിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് ഫലം കായ്ക്കുവാൻ, അതായത് യേശുവിൽ വസിച്ച് യേശുവിൽ നിന്ന് നാം കേൾക്കാതെ ഒരിക്കലും നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയില്ല. അപ്പൊ ദൈവം ഇന്ന് സംസാരിക്കുന്നു. ക്രിസ്തുവിന് മുൻപ് 800 വർഷങ്ങൾക്ക് മുൻപ് കടന്നു വന്ന ഒരു കൂട്ടം ജനമാണ് പരീശന്മാര്. ഈ പരീശന്മാര് ഇങ്ങനെ പറയുകയുണ്ടായി, ദൈവത്തിന് പറയാനുള്ളതെല്ലാം മോശയിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ന്യായപ്രമാണം, മോശയുടെ പുസ്തകം, ന്യായപ്രമാണം 5 പുസ്തകത്തിലൂടെ ദൈവത്തിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന്. അങ്ങനെ ആ എഴുതപ്പെട്ട വചനം ഇനി ദൈവം സംസാരിക്കത്തില്ല. അങ്ങനെയാണോ? ദൈവം ഇന്നും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ എഴുതപ്പെട്ട വചനത്തിന് ആധാരമാക്കി, അടിസ്ഥാനമാക്കി ആണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ ഈ സംസാരിക്കുന്ന ദൈവത്തെ കേൾക്കാൻ നമുക്ക് ചെവിയുണ്ടോ? വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തില് 7 സഭകളോടുള്ള സന്ദേശത്തില് 7 പ്രാവശ്യം ദൈവാത്മാവ് അരുളി ചെയ്യുന്നുണ്ട്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 11-ാം വാക്യത്തിൽ പറയുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. ദൈവാത്മാവ് വിളിച്ച് പറയുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ഇന്നും
അതേ ആത്മാവ് നമ്മളോട് 7 സഭകൾ എന്ന് പറയുന്ന എല്ലാ സഭകളെയും പ്രതിനിധീകരിക്കുന്ന സഭയാണ്. അപ്പൊ നമ്മളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളോടും ഇന്നും ദൈവം ആവശ്യപ്പെടുന്നത്, ദൈവാത്മാവ് ആവശ്യപ്പെടുന്നത്, ദൈവം അരുളി ചെയ്യുന്നത് നമുക്ക് ചെവി ഉണ്ടെങ്കിൽ കേൾക്കട്ടെ. ചെവി ഉണ്ട് കേട്ടിട്ട്, വലത്തെ ചെവി കൊണ്ട് കേട്ടിട്ട് ഇടത്തെ ചെവി കൊണ്ട് ഇറക്കി വിടുന്നതിനെ കുറിച്ചല്ല, ആ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് ഫലം പുറപ്പെടുവിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഈ കേൾക്കേണ്ടത് ആവശ്യകത വളരെ പ്രധാനപ്പെട്ടാണ്. യേശുവിന്റെ സ്നാനം കഴിഞ്ഞ് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസക്കാലം യേശു അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവാസത്തിന്റെ അവസാനം പരീക്ഷകൻ വന്ന് യേശുവിനെ പരീക്ഷിച്ചു. അതിന്റെ അവസാനം യേശു പരീക്ഷകനെ നേരിടുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്താലാണ്. പരീക്ഷകൻ വന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ നിനക്ക് വിശക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, അല്ലെ? വിശപ്പ്. അപ്പൊ നമ്മൾ പലരും, ചിലരെങ്കിലും ആഹാരം കഴിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഇനി ആഹാരം കഴിക്കാത്തവർക്ക് സഹോദരൻ ഇത് ഒത്തിരി നീട്ടിക്കൊണ്ട് പോവുമോ, വിശക്കാൻ തുടങ്ങി, പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. അപ്പൊ വിശപ്പ് അപ്പൊ ഈ യേശുവിനോട് പിശാച് പറയുന്നതും ആ ഒരു കാര്യം, നിനക്ക് വിശക്കുന്നുണ്ട്, നിനക്ക് ശക്തിയുണ്ട്, നിന്റെ വിശപ്പ് തീർക്കാൻ വേണ്ടി, അതുകൊണ്ട് നീ ഈ കല്ലുകളോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക. യേശു എന്താണ് പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ്. അപ്പൊ വരുന്ന എന്ന ആ പ്രയോഗം അത് പണ്ടെങ്ങോ വന്നു കഴിഞ്ഞതല്ല, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇംഗ്ലീഷിലാണെങ്കിൽ പറയും കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും, അല്ലെ? മലയാളത്തിലാണ് തുടർമാന ക്രിയയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ വചനം നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വരുന്ന വചനത്തെ നമ്മൾ ശ്രവിക്കുന്നുണ്ടോ? അങ്ങനെ ശ്രവിക്കുന്നില്ല എങ്കിൽ വെറും നശ്വരമായിട്ടുള്ള, നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായിത്തീരും. അത് ഒരു നേരത്തെ വിശപ്പേ അടക്കത്തു. എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ളൊരു വിശപ്പല്ല, ആത്മീയമായിട്ടുള്ള ആ ദാഹത്തെ, ആ വിശപ്പിനെ ശമിപ്പിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാണ്. അത് നാം ശ്രവിക്കണം. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ അരുളി ചെയ്ത അതേ ദൈവം തന്നെയാണ് ഇന്നും നിങ്ങളോടും എന്നോടും സംസാരിച്ചുകൊണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഈ വചനം ശ്രവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം 31-ാം തീയതി കേട്ട ആ സ്ഥായിയായിട്ടുള്ള ഫലങ്ങൾ കായ്ക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്ഥായിയായിട്ടുള്ള ഫലം പുറപ്പെടുവിക്കുവാന് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ മക്കളായ നാം ദൈവത്തെ ശ്രവിച്ച് അവന്റെ വചനത്താൽ ജീവിക്കുകയും അവന്റെ വചനത്താൽ നടത്തപ്പെടുകയും ചെയ്യണമെന്നാണ്. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ ഇത് തന്നെ എഴുതിയത്, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവർ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയത്, 3-ാം അധ്യായം 2-ാം വാക്യം, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായ നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ.
കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയത്? എന്താണ് അവരോട് പ്രസംഗിച്ചത്? എന്താണ് അവരോട് പറഞ്ഞത്? ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെക്കുറിച്ച്. ആ പറഞ്ഞ വചനത്തിന്റെ പത്രം എന്ന് പറഞ്ഞാൽ അവ സാക്ഷ്യം വായിക്കുക, പത്രം നമ്മൾ വായിക്കും, ആ സാക്ഷ്യമാണ്. അപ്പൊ ഇത് ദൈവം ആഗ്രഹിക്കുന്നത് ഈ വചനത്താൽ നമ്മൾ ജീവിക്കണം, ആ വചനത്താൽ നമ്മൾ നടത്തപ്പെടുകയും ചെയ്യണം. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന വേറൊരു കാര്യമുണ്ട്, ദൈവഹിതപ്രകാരം ജീവിക്കണം, ദൈവഹിതപ്രകാരം ജീവിക്കണം, ദൈവഹിതപ്രകാരം നമ്മൾ മുന്നോട്ട് പോകണം. ഇംഗ്ലീഷിൽ പറയും ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഹിതമാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ ഹിതം എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും? ദൈവത്തെ നാം ശ്രവിക്കുന്നില്ലെങ്കിൽ. അപ്പൊ ദൈവത്തെ ശ്രവിക്കുക എന്ന് പറയുന്നത്, നാം ശ്രവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചുമ്മാ ശ്രവിക്കാൻ പറ്റും, ശബ്ദം മലിനീകരണമാണ്. അപ്പൊ ദൈവത്തെ ശ്രവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാദപീഠത്തിൽ ഇരിക്കണം, ഇല്ലേ? ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം, നമ്മളൊരു സ്ഥലം അതിന് കണ്ടെത്തണം. കർത്താവ് പറഞ്ഞു, മുറിയിൽ കയറി വാതിലടച്ച്. അപ്പൊ ഒരു ഏകാന്തത ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കണം. അങ്ങനെ ചിലവഴിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തില്. സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തില് അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ നമ്മോട് സംസാരിക്കും, ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ നമ്മോട് ഇടപെടും. അല്ലെ നമ്മുടെ ശക്തിയാലും നമ്മുടെ കഴിവിനാൽ ഒന്നുമല്ല. അങ്ങനെ നാം പ്രവർത്തിച്ചാൽ ലോകപരമായിട്ട് ഈ ലോകപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും. ദൈവത്താൽ നമ്മൾ ദൈവമക്കൾ എന്ന് പറയുന്നവരല്ല വൻ കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ കിട്ടും. പക്ഷേ അത് ഇവിടം കൊണ്ട് തീരും, ഇല്ലേ? ബാബേൽ ടവർ പണിതവര് ഒരു നിസാരക്കാരൊന്നും അല്ലായിരുന്നു. അവർ പണിത് എന്താണെന്ന് കാണാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നു. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് അവർ പണിതത്. അല്ല, ഇനി ദൈവം ഒരു പ്രളയം അയക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ കയറി രക്ഷപ്പെടും. അത് പക്ഷേ ദൈവത്തിന്റെ ആലോചന പ്രകാരമുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമ്മളും പലപ്പോഴും അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ടാകും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവഹിതപ്രകാരം, അവന്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തെ നടത്തണം, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തില് 47-ാമത്തെ വാക്യം മുതൽ യേശു പറയുന്നുണ്ട്, ഒരു ദാസൻ തന്റെ യജമാനന്റെ ഇഷ്ടമനസ് അറിഞ്ഞിട്ട് അവൻ എന്തു ചെയ്യും? യജമാനൻ ഇല്ലാത്ത സമയത്ത് തന്റെ കൂട്ടുവേലക്കാർക്ക് തക്ക സമയത്ത് ഭക്ഷണമെല്ലാം കൊടുത്ത് അവരെ പരിപാലിക്കുന്ന ഒരു ദാസൻ. അവന് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? യജമാനന്റെ ഇഷ്ടമറിഞ്ഞിട്ട്, യജമാനന്റെ ഹിതമറിഞ്ഞിട്ട്. അങ്ങനെ ചെയ്യാതിരുന്നാലോ? നമുക്ക് ആ വേദഭാഗം ഒന്ന് വേണേ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് 47-48 വാക്യങ്ങൾ ആരെങ്കിലും എടുത്തൊരുന്ന് വായിക്കുകയാണെങ്കിൽ. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായി ഇത് ചെയ്തവനോ കുറെ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ മതി. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന് ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യുന്നവന്, ഒന്ന് ഇഷ്ടം അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ. ഇഷ്ടം അറിഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ എന്തു പറ്റും? അടികൊള്ളും, ഇല്ലേ? ഇഷ്ടം അറിഞ്ഞില്ല. അപ്പൊ നമ്മൾ പലരും അടികൊള്ളുന്നതിന്റെ കാരണം എന്തായിരിക്കും? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ലേ?
നമ്മൾ പലപ്പോഴും അടി കൊള്ളുന്നു, എന്നിട്ട് നമ്മൾ നിലവിളിക്കും. അടി കൊള്ളുന്നതിന്റെ കാര്യം നമ്മൾ ഇഷ്ടം അറിഞ്ഞിട്ടും അത് ചെയ്യാതെ. ഇനി ഇഷ്ടം അറിയുന്നില്ലെങ്കിലോ ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നില്ലെങ്കിലോ എന്നാലും അടികൊള്ളൂ, അറിയാത്തതിന്. അതാണ് 48-ാം വാക്യത്തിൽ പറയുന്നത്. അറിയാത്തതിനും അടികൊള്ളു. അപ്പൊ രക്ഷയില്ല, എങ്ങനെയാണേലും അടി ഉറപ്പാ, അല്ലേ? അപ്പൊ ഇഷ്ടം അറിഞ്ഞിട്ട് ചെയ്യാതിരുന്നാലും ഇഷ്ടം അറിയാതെ പോയാലും അടി കിട്ടും. അപ്പം ഇഷ്ടം അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? അറിയാതെ ഇരുന്നിട്ട് അടി കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവന്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ആ ഒന്ന് മാത്രം നമ്മൾ തെരഞ്ഞെടുക്കണം. അപ്പൊ അങ്ങനെ ഇവിടെ അറിഞ്ഞ് നമ്മളത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ ആയിത്തീരും. ദൈവഹിതം അറിഞ്ഞ് ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളെയാണ് ദൈവം അന്വേഷിക്കുന്നത്. 1000 പേരെയോ ഒരു സഭയിൽ നമ്മളിവിടെ 1000 പേരെ കൂട്ടി വരുത്തിയിട്ട് 1000 പേർക്കും ദൈവത്തിന്റെ ഇഷ്ടം അറിയത്തില്ലാത്തവരാണെങ്കിൽ, അല്ലെ ഇഷ്ടം അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവരാണെങ്കിൽ ദൈവം അതിലൊന്നും പ്രസാദിക്കുന്നില്ല. ഒരാളെ ഉള്ളെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് അത് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ദൈവം പ്രസാദിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് അത് പ്രവർത്തിക്കുവാൻ, ആ ശബ്ദം കേട്ട് പ്രവർത്തിക്കുവാന് ഈ പുതുവർഷത്തിന്റെ ആരംഭത്തില് നമ്മളൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം. അപ്പൊ ദൈവശബ്ദം നമ്മൾ കേൾക്കുക. കഴിഞ്ഞ ദിവസം പാദപീഠത്തിൽ ഇരുന്നവന്റെ വചനം ശ്രവിക്കുന്നതിന് തടസ്സമായ പല കാര്യങ്ങളും ഇവിടെ പറയും. അപ്പോൾ നമുക്ക് പല തടസ്സങ്ങൾ ഇതിന്റെ മുൻപിൽ വരാം. ഒന്ന്, നമ്മുടെ പൂർണ്ണതയില്ലാത്ത ഹൃദയമാണ്. അപ്പൊ ദൈവസന്നിധി, യഹോവയുടെ കണ്ണുകൾ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ, ഇപ്പൊ ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുള്ളത് കൊണ്ട് ഞാൻ കണ്ണട വെച്ചാണ് നിങ്ങളെല്ലാവരെയും നോക്കുന്നത്. ഇനി എനിക്ക് കാഴ്ചയും ഈ കണ്ണട വെക്കാതെ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുഖമെല്ലാം മങ്ങിയായിരിക്കുന്നത്. ഈ കണ്ണട വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മുഖം എല്ലാം കാണും. നിങ്ങൾ പുഞ്ചിരിക്കുന്നതും ചിരിക്കുന്നതും നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് മാറുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതനുസരിച്ച് നിങ്ങളെ വിധിക്കുന്നത്. പക്ഷെ ദൈവം നിങ്ങളുടെ മുഖത്തെ നോക്കും. പക്ഷെ ആ മുഖത്തെ പ്രകടനം കൊണ്ടല്ല ദൈവം നോക്കും. ദൈവം അകം പരിശോധിക്കുക, ഹൃദയം പരിശോധിക്കുന്നു. ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മോട്ടോറല്ല, ആ ഒരു അവയവമല്ല, നമ്മളുടെ ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം അന്വേഷിക്കും, തന്നിൽ ഏകാഗ്ര ചിത്തന്മാരുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുന്നു. എന്തിനാണ് ദൈവം അന്വേഷിക്കുന്നത്? ദൈവത്തിന്റെ ബലം അവരിൽ വെളിപ്പെടുത്താൻ വേണ്ടി. അപ്പൊ ദൈവം തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിട്ട്, നമുക്ക് ആ ദൈവത്തിനൊരു ഏകാഗ്രതയുണ്ട്. നമ്മുടെ ബാക്കി എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നു. നമ്മൾ ജോലിയിലും നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം വ്യാപൃതരായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം ദൈവത്തില് ഏകാഗ്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ദൈവം ഇക്കാര്യങ്ങളെ കുറിച്ച് വളരെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ്, ഹൃദയത്തെ. അതുകൊണ്ടാണ് 139-ാം സങ്കീർത്തനത്തില് അതിന്റെ 1-ാം വാക്യത്തില് ദാവീദ് പറയും, ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ സങ്കീർത്തനം എഴുതുകയാണ്, ദൈവമേ നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ എന്ന്. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്താലേ അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ആ സങ്കീർത്തനം എത്ര സമയം കൊണ്ട് എഴുതിയെന്നൊന്നും എനിക്കറിയില്ല. ഇനി ഒരു ദിവസം കൊണ്ടാണോ, ഒരു മണിക്കൂർ കൊണ്ടാണോ, അത് കുറച്ച് ദിവസം എടുത്തിട്ടുണ്ട്. പക്ഷെ ആ സങ്കീർത്തനം അവസാനിക്കുന്നതിന് മുൻപായിട്ട് വീണ്ടും അതിന് ആ സങ്കീർത്തകൻ പ്രാർത്ഥിക്കും, ദൈവമേ നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ, എൻ്റെ നിരൂപണങ്ങളെ ശോധന ചെയ്യണമേ, എന്നിൽ വ്യസനത്തിനുള്ള മാർഗം ഉണ്ടോ എന്ന് നീ പരീക്ഷിച്ച് എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ. അപ്പൊ നമ്മുടെ ഹൃദയം എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഹൃദയമാണ്. ആ തെറ്റിപ്പോകുന്ന ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായിരിക്കാൻ വേണ്ടി
എപ്പോഴും നാം ദൈവ ശബ്ദത്തെ ശ്രവിക്കാൻ വേണ്ടി നമ്മുടെ ചെവി ഒന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെ, ദൈവത്തിങ്കിലേക്ക് നമ്മൾ കൂർപ്പിച്ചു വെക്കണം എന്ന് പറയും അല്ലേ. ഫോക്കസ് ചെയ്യണം, എങ്കിലേ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുള്ളൂ. രണ്ടാമത് നമുക്ക് വരുന്ന ഒരു തടസ്സം ലൗകിക ചിന്തകളാണ്. 1 യോഹന്നാൻ എൻ്റെ ലേഖനത്തില് 2-ാം അധ്യായത്തിൽ 15-ാം വാക്യം നമുക്ക് സുപരിചിതമായിട്ടുള്ള വേദഭാഗമുണ്ട്. എന്താണ്? 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്താണ്? ആരെങ്കിലും ഒന്ന് വായിച്ചോ? ജീവനത്തിനുള്ള പ്രതാപം, കൺമോഹം, ജഡമോഹം, ജീവനത്തിനുള്ള പ്രതാപം. 1 യോഹന്നാൻ 2:15 15 അപ്പൊ ഇത് പറയുന്നത് നമുക്ക് ഈ ലോകത്തോടൊരു സ്നേഹമുണ്ട്. അത് ഈ ലോകത്തോട് മാത്രമായാലോ? ഈ ലോകത്തോട് മാത്രമായാലോ? നമ്മൾ ഇവിടെ പണിത് ഉയർത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായാലും ദൈവത്തെ മാറ്റി നിർത്തി കൊണ്ടുള്ള നേട്ടങ്ങളും അധ്വാനങ്ങളും എല്ലാം നമ്മളുടെ ചിന്ത ഇവിടെ മാത്രമാണെങ്കിൽ അത് ഈ ലോകത്തോടുള്ള ഒരു സ്നേഹം മാത്രമായി തീരും, ദൈവത്തെ മറന്ന്. അപ്പൊ അത് വലിയ ഒരു തടസ്സം ആകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന്. അതായത് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ദൈവത്തെ ശ്രവിച്ച് അവന്റെ വഴികളിൽ നടത്തുന്നില്ലെങ്കിൽ നമുക്കിവിടെ വലിയ നേട്ടങ്ങളൊക്കെ നേടാം. പക്ഷേ അതിലൊന്നും ദൈവം ഉണ്ടാകത്തില്ല. എന്നിട്ട് നമുക്ക് ഇതിന്റെ 3-ാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ജീവനത്തിന്റെ പ്രതാപം. ജീവനത്തിന്റെ പ്രതാപം മലയാളത്തിൽ അത്ര ഒരു ഇല്ല. പ്രൈഡ് ഓഫ് ലൈഫ് എന്ന് പറയും. ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് നേടിയത് ഇതെന്നൊക്കെ നമ്മൾ നെഞ്ചു വിരിച്ച് പറയും. ഞാൻ എൻ്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച്, അല്ലെ ഗൾഫിൽ പോയവരൊക്കെ പറയും, ഞാനവിടെ മരുഭൂമിയിൽ പോയി അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ നമ്മൾ പറയും. അല്ലെ, ഞാൻ രാപ്പകൽ ഉറക്കമുളച്ച് പഠിച്ച ഒരു നേടിയെടുത്ത ഡിഗ്രിയാണെന്നൊക്കെ പറയും. ആ ഡിഗ്രി കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അത് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരും. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ എന്ന് പറയുന്നത്. നമ്മുടെ അഹങ്കാരം, ഞാൻ എന്ന ആ ഭാവം, അത് നമ്മുടെ വീഴ്ചയ്ക്ക് മുന്നോടിയായിട്ട് വരും. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തെ പരിശോധിച്ചു നമ്മൾ മറ്റ് ആരുടെയും വിശ്വാസികളുടെ ദൈവത്തിന്റെ മക്കളിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ദൈവം പറയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് വരരുത്. എന്തിന്? ദൈവശബ്ദം കേൾക്കുന്നതിന്. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പരീശന്മാരിൽ പരീശനായിരുന്നു, ഈ ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചയാളാണ്, റോമൻ പൗരനാണ്. അങ്ങനെ തന്റെ നേട്ടങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, ഇവയൊക്കെ ഞാൻ എന്ത് ചെയ്തു? ചപ്പും ചവറുമെന്ന് എണ്ണി. എന്തുകൊണ്ടാണ് ചപ്പും ചവറുമെന്ന് എണ്ണിയത്? വിശ്വാസം ഉണ്ടായി, ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഇല്ലേ, ഡമസ്കസിലേക്കുള്ള യാത്രയില് ദൈവത്തിന്റെ ശബ്ദം കേട്ടത് മാത്രമല്ല, അത് കേട്ട് അവന്റെ ഉള്ളില് വിശ്വാസമായി ഭവിച്ചു. റോമലേഖനത്തിൽ 10:17 പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്തിന്റെ പ്രസംഗത്താൽ. അപ്പൊ ആ ദൈവവചനം പൗലോസ് കേട്ടപ്പോൾ, ശൗല് കേട്ടപ്പോൾ, അത് ശ്രവിച്ചപ്പോൾ, അത് ജീവിതത്തിൽ വിശ്വാസമായി തീർന്നപ്പോൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആ നേട്ടങ്ങൾ, റോമ പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്തെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്, വിലയേറിയ കാര്യമാണ്. അതൊക്കെ ചപ്പും ചവറുമെന്ന് എണ്ണി ദൈവത്തിന് തന്നെ സമർപ്പിച്ചു. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു തടസ്സമായി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ യൗവനക്കാരോടോ അല്ലെ മറ്റു ജോലിയിലുള്ളവരോട് ആരും ജോലിക്ക് പോകരുതെന്നോ ആ ജോലിയെ നന്നായിട്ട് ചെയ്യരുതെന്നോ നല്ല എക്സലന്റ് ആയിട്ടുള്ള റിസൾട്ട് പഠിച്ച് മേടിക്കരുതെന്നോ ഒന്നുമല്ല പറയുന്നത്. അത് ചെയ്യാതിരിക്കുന്നതും ദൈവത്തിന്റെ ശബ്ദം ഹിതം അറിയാതെ പോയിട്ട് അടിമേടിക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നമ്മൾ അതിന് തടസ്സമായിട്ട് വരുന്ന കാര്യങ്ങളെ നീക്കണം. അപ്പൊ വിശുദ്ധമല്ല മറ്റൊരു കാര്യം, നമുക്ക് ഈ വിശുദ്ധമല്ലാത്ത ചിന്തകൾ കാര്യങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അത് ദൈവശബ്ദം കേൾക്കുന്ന തടസ്സപ്പെടുത്തും. പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തില് ബിലെയാമിന് വിലയ്ക്ക് വാങ്ങാൻ, ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വേണ്ടി വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി ബാലാക്ക് അയച്ചപ്പോഴും ബിലെയാമിന്റെ ഒരു വിശുദ്ധമല്ലാത്ത ഒരു ചിന്തയായിരുന്നു. എന്ത്? കൂടെ പോയാൽ കുറച്ച് പണം കിട്ടും, ഇല്ലേ? അപ്പൊ അതൊരു നല്ല ചിന്തയായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് നേട്ടമുണ്ടാകും, അതൊരു വിശുദ്ധമല്ലാത്ത ഒരു ചിന്തയാണ്. അതുകൊണ്ട് ബിലെയാമിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം ബിലെയാം കേട്ടിരുന്ന വ്യക്തിയാണ്, അതനുസരിച്ചില്ല. കാരണം എന്താണ്? വിശുദ്ധമല്ലാത്ത ചിന്ത കടന്നു വന്നതുകൊണ്ട്. മറ്റൊരു കാര്യം, നമുക്ക് ചില ദുരുദ്ദേശങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. എനിക്ക് ഉള്ള ചിലപ്പോൾ എൻ്റെ ആഗ്രഹം, ഞാൻ ഇവിടെ വരുമ്പോൾ ഈ ബെഥനി ചർച്ചിലെ ഏറ്റവും നല്ല ആളെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടി ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാവരോടും ചിരിച്ച് ഇവിടുത്തെ എൽഡറൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് നല്ലതാണല്ലോ, എല്ലാവരോടും ഇങ്ങനെ എല്ലാം ഒരു ഭവ്യ ഇവിടെ ഇനി തോമസ് ബ്രദറിനെ കാണും, തോമസ് ബ്രദറിനെ ഒന്ന് സോപ്പിടുക, അയ്യോ തോമസ് ബ്രദറെ, അങ്ങനെ ഒരു നല്ല മലയാളത്തിൽ പറഞ്ഞ നല്ല പിള്ള ചമയ, അതൊരു ദുരുദ്ദേശത്തോടു കൂടെ. അപ്പസ്തോല പ്രവൃത്തിയില് അനന്യാസും സഫീറായും 5-ാം അധ്യായത്തെ നമ്മൾ കാണുന്നുണ്ട്. അവരോട് ആരും പറഞ്ഞില്ല നിങ്ങളുടെ സ്വത്ത് വിറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ല. അവര് സ്വയമേ വിറ്റ് അത് കൊണ്ടുവന്നു, പക്ഷെ കുറച്ച് ഭാഗം മറച്ചു വെച്ചു. അപ്പൊ നമ്മളുടെ ജീവിതത്തിലൊക്കെ, വിശ്വാസ ജീവിതത്തിലൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ മറച്ചു വെച്ച്, സ്ക്രീൻ കെട്ടി മറച്ച് വെച്ചിരിക്കുക. ഇത്രയും ഭാഗം ആളുകൾക്ക് കാണാനും അവർക്ക് നമ്മുടെ ഈ വെള്ളയടിച്ച് നമ്മളെല്ലാം ഈ പെയിന്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ, പക്ഷേ അതിന്റെ പുറകില് നമുക്ക് വേറെ പല ഉദ്ദേശങ്ങളുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ച് നമുക്ക് പലരുമായിട്ടും ബന്ധപ്പെടാം. എല്ലാം ദുരുദ്ദേശങ്ങളാണ് ഇവരെ പോലെയെങ്കിൽ അത് ഒരിക്കലും നമ്മളെ ദൈവശബ്ദം കേട്ട് നടക്കുവാൻ നമ്മളെ സഹായിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയെങ്കിൽ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ഇനി ഒരു സമയം കടന്നു പോവുകയാണ്, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സമയത്തിനോട് ഞാൻ അവിടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയ കാഠിന്യം പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന നമ്മളെ ഏറ്റവും അധികം തടസ്സപ്പെടുത്തുന്നത്. നമ്മളെല്ലാം ഒരു പരിധിവരെ കഠിന ഹൃദയരാണ്. അപ്പൊ കഠിന ഹൃദയരാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയത്തില്ല, ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. അതിൽ 2 കാര്യങ്ങളാണ് കഠിന ഹൃദയത്തിലുള്ളത്. ഒന്ന്, ക്ഷമ കൊടുക്കാൻ പറ്റുന്നില്ല. 2, ക്ഷമ സ്വീകരിക്കുവാനും പറ്റുന്നില്ല. അത് കഠിന ഹൃദയം ഉണ്ടാകുന്ന പാപം വരുമ്പോഴാണല്ലോ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നത്. നമ്മുടെ സ്വാർത്ഥത മൂലം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നതെല്ലാം പല പാപം, അടിസ്ഥാനപരമായിട്ടും പാപം ആണ്. അപ്പൊ ആ കഠിന ഹൃദയത്തിൽ ഒന്ന് ക്ഷമ സ്വീകരിക്കണം. ക്ഷമ എവിടെ നിന്ന് സ്വീകരിക്കണം? ദൈവത്തിൽ നിന്ന് നമ്മൾ ക്ഷമ സ്വീകരിക്കണം. ദാവീദ്
ഊരിയാവിനെ പാപം മൂലം കൊന്നു, ഇല്ലേ? പക്ഷെ സങ്കീർത്തനത്തില് ദാവീദ് പറയുന്നതിന്, ദൈവമേ നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തു. അപ്പം ആർക്കെതിരായിട്ടും, ഇപ്പൊ ഞാന് രാഹുലിനെതിരായിട്ടാണ് പാപം ചെയ്യുന്നത് പ്രത്യക്ഷത്തെങ്കിലും ഒന്നാമതായിട്ട് ദൈവത്തോടാണ് പാപം ചെയ്തത്, ഇല്ലേ? അതുകൊണ്ട് ദാവീദ്, ഞാൻ നിന്നോടല്ലോ പാപം ചെയ്തു, അകൃത്യത്തിൽ ഞാൻ ഉരുവായി. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എന്റെ ഹൃദയത്തിൽ, എന്റെ അന്തരംഗത്തിൽ സത്യത്തെ ഗ്രഹിപ്പിച്ചു തരണം. അതായത് നമ്മുടെ ആ പാപത്തിന്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ വേറൊരു പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണും, തളർവാദ രോഗിയെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. യേശുവിന്റെ അടുത്ത് അവർക്ക് എത്തിക്കാൻ കഴിയാഞ്ഞിട്ട് വീടിന്റെ മേൽക്കുര പൊളിച്ച് ആ തളർവാദ രോഗി യേശുവിന്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ യേശു അവനോട് പറയുന്ന ഒരു കാര്യം, മകനെ ധൈര്യമായിരിക്കുക. എന്തുകൊണ്ട് അവൻ ധൈര്യമായിരിക്കും? ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തി. അതുകൊണ്ടാണോ? എന്താ പറയുക? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ രോഗിയാക്കിയത് എന്താണ്? പാപമാണ്. നമ്മുടെ പല രോഗങ്ങൾക്കും കാരണം പാപം ആണ്. പാപമാണ് നമ്മളെ രോഗത്തിലേക്ക് നയിക്കുന്നത്. കോപം ഇങ്ങനെ വെച്ച് കെട്ടി, എനിക്കാണെങ്കിൽ ചില വ്യക്തികളെ കിട്ടി അരച്ച് കലക്കി കുടിക്കാനുള്ള ആ ഒരു രൂപത്തിലാണ് ഞാൻ. പക്ഷെ പുറമെ കാണുമ്പോ അയ്യോ എനിക്ക് തോമസ് തക്കത്ത് കിട്ടിയതാണല്ലോ കൊടുക്കാനുള്ള ഈ കോപം ഞാന് മനസ്സിൽ വെച്ച് അത് എന്ത് ചെയ്യും? പാപം എന്ത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാപം മരണത്തെ പ്രസവിക്കുന്നു, ഇല്ലേ? ഇത് നിങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ച എങ്ങനെയാണ്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ ജനിപ്പിക്കുന്നു, ഇല്ലേ? അപ്പൊ നമ്മുടെ ഹൃദയത്തില് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ ചില സമയത്ത് നമ്മളൊന്ന് ഞാൻ അറിയാതെ പൊട്ടിത്തെറിച്ചെന്ന് പറയല്ലേ? അറിയാതെ പൊട്ടിത്തെറിക്കുന്നതല്ല, ഇതിങ്ങനെ ഈ അഗ്നിപർവ്വതം പോലെ അകത്തിങ്ങനെ കിടന്ന് തിളച്ച് മറിഞ്ഞ് ഒരു പരിധി കഴിയുമ്പോൾ ഈ പ്രഷർ കുക്കറൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ അങ്ങ് പൊട്ടിത്തെറിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഹൃദയ കാഠിന്യമാണ്. അവിടെ നമുക്കൊരു ഈ ക്ഷമ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന് ക്ഷമ സ്വീകരിച്ചു കഴിഞ്ഞാലേ എനിക്ക് ആ വിരോധമുള്ള ആളുകളോട് ക്ഷമിക്കാനും നിർമ്മിതപ്പെടാനും. അതുപോലെ ക്ഷമ കൊടുക്കാനും നാം പഠിക്കണം. നമ്മളോട് തെറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് അതുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ. 31-ാം തീയതി രാത്രിയിൽ കേട്ട ആ സന്ദേശം എടുത്ത് ഇന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുമായിട്ട് ഈ പുതുവർഷം നിങ്ങൾ ചെലവഴിക്കുന്നു. പുതുവർഷം എന്ന് പറയുന്നത് ഈ ജാനുവരി മാസം മാത്രമല്ല, ഈ ഒരു വർഷം ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് അധികം കാര്യങ്ങൾ ചെയ്യുന്നതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അടുത്ത വർഷം നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ പറയാം കഴിഞ്ഞ ഒരു വർഷം ദൈവം നിങ്ങൾക്ക് നല്ലവനും അല്ലെങ്കിൽ വല്ലവനും എന്നുള്ളൊരു നമ്മൾ തമാശനായിട്ട് വല്ലവനും എന്നല്ല, ദൈവം എന്നെ ആത്മീയമായിട്ട് നടത്തി ഒരു പടി കൂടി ഞാൻ ദൈവത്തോട് പറ്റിച്ചേർന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ നടത്തും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.